ഇങ്ങനെ നുള്ളി പറിച്ച് ആക്കിക്കണേ. നാടൻ ഓക്കെ. ചക്കക്കുരു ഇല്ലാത്ത കാലത്ത് നമുക്ക് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല ഫ്രഷ് ചക്കക്കുരു കൊറേ ഉണ്ട് കേട്ടോ. നമ്മളെ അപ്പച്ചി തന്നതാണ് കേട്ടോ. അപ്പച്ചി ആണല്ലോ നമ്മളെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലത്തേന്. അപ്പോൾ അപ്പച്ചി നമുക്ക് ഇന്ന് തന്നതാണ്. അപ്പൊ ഇന്നത്തെ കറിക്ക് കാരണം കണ്ടില്ലേ, ഇന്ന് എന്താവും ചക്കക്കുരുവിന്റെ ഒപ്പമുള്ള ചക്കക്കുരു മുരിങ്ങ ഉണ്ടാക്കാട്ടോ. പിന്നെ ഇതില്ലേ, ഇതിന്റെ പേരെന്താ, കറൂത്ത. ഞങ്ങള് കറൂത്ത അറിയും, ഓമക്കായ പറയും, പിന്നെ എന്തൊക്കെയാ പേര്, കറുമൂച്ചിക്ക. പിന്നെ സന്ധ്യച്ച് ഇതാ ഇലയിലൊക്കെ കൊണ്ട് ഇത് അപ്പച്ചി എന്നാണ്. ചീരമുളക് കൊറേ ഉണ്ട്, ചീനാപ്പറങ്കി അല്ലേ, കാന്താരി. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കണേ? കറുത്ത അച്ചാറിടാ കൊണ്ടുപോകും ചെയ്യാം, നിങ്ങൾക്കും തരാം കൊണ്ടുപോകും ചെയ്യാം, ഞങ്ങൾക്കും തരും കൊണ്ടുപോകും ചെയ്യുന്നു. രണ്ടും ചെയ്യൂല. ചുർക്കയുണ്ട്, അച്ചാറും പൊടി ഉണ്ട്. അപ്പൊ അപ്പൊ പിന്നെ സാധനം ഉണ്ട്, അരിഞ്ഞിട്ടാ മതി. അപ്പൊ മുരിങ്ങാമാരതാ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, കയറേണ്ടി വരും മതിലുമേലെ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റണം. നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, ഭയങ്കര വെയിലാണ് ഇവിടെ. കറിയൊക്കെ സംഭവം ഇന്നലത്തെ സാമ്പാറുണ്ട് ഫ്രിഡ്ജില്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇനി കറിയൊന്നും ഉണ്ടാക്കൂല എന്നൊക്കെ ഇന്നലെ പറഞ്ഞതേന്നു. പക്ഷെ അതൊക്കെ മാറി മറിഞ്ഞു കേട്ടോ. ചക്കക്കുരു ഉണ്ടപ്പോ ചക്കക്കുരു മുരിങ്ങി കുറെ കാലായില്ലേ കൂട്ടിട്ട്. സൂപ്പർ ഉപ്പേരി ഉപ്പേരി ചക്കക്കുരു മുരിങ്ങ. പിന്നെ നമ്മൾക്ക് ഇന്ന് കറി ഉണ്ട് കേട്ടോ. കറി നല്ല തുറക്കട്ടെ കേട്ടോ. നമ്മളെ ചട്ടീന്റെ ചെവി പോയിട്ടുണ്ട്. എവിടെങ്കിലും ഒന്നും പോകത്തൂലല്ലേ, ഈ ചെവി പോയി. അയില കണ്ടോ, തല മേലക്കാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയിലയിലേ പോവുക, അയില വെള്ളത്തിൽ കൂടെ അയിലത്തല അളിയനും ചേരും. അങ്ങനെയൊക്കെ ഓരോ കഥ ഉണ്ട്. അളിയൻ വരുമോ? അപ്പൊ അയിലാണ്, അയില വറ്റിച്ചതാണ് കേട്ടെന്ന്. അപ്പൊ അത് കറി, ചക്കക്കുരു റെഡി. മുരിങ്ങ എടുക്കാൻ പോട്ടെ. മുരിങ്ങ എടുക്കാൻ പോവാ. ചക്കക്കുരു അല്ല, ബെഡ്ഷീറ്റ് ഉണ്ട്. ബെഡ്ഷീറ്റ് ആദ്യം അപ്പൂത്തിന് പോവാൻ പോയില്ല. എല്ലാരും കണ്ടിട്ടാണ്, പിന്നെ ആരും ഉണ്ടാവൂലല്ലോ. അപ്പൊ എല്ലാരും ഉണ്ടാവുമ്പോ അതൊരു രസല്ലേ. പിന്നെ അപ്പു ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ആളുണ്ടാകുമ്പോ വേറൊരു കാര്യമാണ്. അത് സ്കൂളിലേക്ക് പോകാതെക്കാനും വയ്യ. SLC അല്ലേ. ഓൻ വന്നിട്ടേ പോവുള്ളൂ. ഓൻ വന്നിട്ട് പോയി മതിയല്ലോ. അപ്പൊ ഇപ്പൊ ചക്കക്കുരു ഒന്നും ആർക്കും കിട്ടൂല കേട്ടോ. ഞാൻ കർമൂസ അച്ചാർ ഉണ്ടാക്കണേ. ഇത് എന്താണ് നിങ്ങൾക്ക് കുറച്ച് നമ്മളെ സ്പെഷ്യൽ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ട് എന്താ പറയാ, ചിക്കൻ വറുത്തരച്ചതും ഇന്നലെ തന്നെ കഴിഞ്ഞു. വറുത്തരച്ച കറി, കുത്തപ്പം പിന്നെ ഈ ചക്കക്കുരു നമ്മള് ചക്കക്കുരു പത്തിരി ഉണ്ടാക്കണ പറഞ്ഞിട്ട് ഇനി വേണ്ട പത്തിരി ഉണ്ടാക്കിയില്ല. പകരം നോട്ടടെ ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ എന്താണ് ഇത്, ഈ ചക്കക്കുരുന്റെ ഈ ചോപ്പ് കളയരുത്, ഇത് കളയരുത്. ക്യാൻസറിന് നല്ലതാന്നൊക്കെ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കഴിച്ചാൽ മതിയല്ലോ. പിന്നെ എന്താണ് അരി കളയരുത്, തവിട് കളയാത്ത അരി, മട്ടരി, അതൊക്കെയാണ് ഇപ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടേണ്ടത്. എല്ലാവരും കഴിക്കൂല. കർമൂസ, ചീനാപ്പറങ്കി അച്ചാറിട്ട നിങ്ങൾക്ക് തിരക്കി. ഇതൊക്കെ നല്ല പിന്നെ വളം ചേർക്കാത്ത സാധനം. കർമൂസ, ചക്കക്കുരൊക്കെ. ഈ ചക്ക പിന്നെ പ്ലാവിനൊന്നും ഒരു വളം ആരിട്ട് കൊടുക്കൂല്ലോ. അത് വെറുതെ അങ്ങനെ ഉണ്ടാവും. കർമൂസയിലും അങ്ങനെ തന്നെ വെറുതെ ഉണ്ടായിക്കോളും. കാന്തായിരിക്കും ഇട്ട് കൊടുക്കാൻ. അപ്പൊ അത് ചക്കയും ചക്കക്കുരും കമ്പനിക്കാണ് പോയിട്ടേ. സോണിക്കാണ് ചക്ക എന്ന് പറയുമ്പോഴേക്കേ ഓല് പറയും നമുക്കിത് ചക്കക്കുരു കൊണ്ടുവരുന്ന നിർബന്ധമാണെങ്കിൽ അമ്മ 4 കുരു കൊടുക്കുന്നവര്. എന്നാലും ഞാൻ 4 കുരു എന്തെങ്കിലും കൊണ്ടുവരും. നല്ല നന്നാക്കാം. ഞാൻ പായസം വെച്ചാൽ ചക്കക്കുരു. അച്ചമ്മ ഉണ്ടല്ലോ, ഇത് കവറിൽ കെട്ടിയിട്ടേ, നല്ല ഈ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ ഉണ്ടാവില്ലേ, അതിൽ കെട്ടിയിട്ട്
നല്ല കുഴി കുഴിച്ചിട്ട് അതില് കുഴിച്ചു എന്നിട്ട് മണ്ണിട്ട് മൂടിയാല് പിന്നത്തെ കൊല്ലാകുമ്പോഴും അതെടുത്ത് നോക്കിയാല് ആ കുരു അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ എത്ര തന്നിട്ടുണ്ടെന്നറിയോ? അല്ല നമ്മക്കന്നെ തോന്നില്ലേ കർക്കിടക മാസം അപ്പൊ മുരിങ്ങ ചക്കപ്പൊരി കിട്ടിയാ മുരിങ്ങ കൂട്ടി വെക്കുന്നല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് തോന്നി. അപ്പൊ എന്നും ഈ കുരു ഉണ്ടാവും. 6 മാസം ഇങ്ങനെ ഉണ്ടായി വെച്ചാൽ നല്ലതാണല്ലോ. ഇത് നല്ല കുരുയാണ്. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്ത് നോക്കണം. ഈ മണലിൽ ഈ മണലിന്റെ ഒരു കുഴിച്ച് കഴിക്കിട്ടാ മതി. നല്ലതല്ലേ ചക്കപ്പൊരി? ഒരു കവർ എടുക്കും. പിന്നെ മറക്കരുതിട്ടമ്മ അതെവിടെ അല്ല മുരിങ്ങ കിട്ടുമ്പോ നമ്മള് മറക്കൂല ഈ ചക്കക്കുരുവിനെ. ഞാൻ ഓരോട് തന്നെ അമ്മ വെക്കാന്നൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ പിന്നെ നമ്മള് മറന്നിട്ടില്ലെങ്കിലും വീഡിയോ കാണുന്നവര് മറക്കൂലല്ലോ. മുരിങ്ങ വെക്കുമ്പോ കമന്റ് ഇടണട്ടോ. നിങ്ങൾ അവിടെ വെച്ചേന്നില്ലേന്ന് ഓർമ്മിപ്പിക്കണം. കവറിലുള്ള ചക്കക്കുരു എവിടെ ചോദിച്ചാ മതി. ഞങ്ങളിപ്പോ മറന്നു പോകും. അതന്നെ മറക്കും. ഞാൻ മറക്കൂല കേട്ടോ. മുരിങ്ങ ഉണ്ടായ ചക്കക്കുരു മറക്കൂല. ഞാൻ കവർ എടുത്തോണ്ടിരാൻ പോവാണേ. കറുത്ത അച്ചാറ്, ചക്കക്കുരു മുരിങ്ങി എല്ലാം തിരക്കിട്ട പണിയാണ് കേട്ടോ. പണിയാട്ടോ. പിന്നെ നമ്മളെ അടുപ്പിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. അവിടെ ഭയങ്കര വെയിലാണ്. വെയിലായിട്ട് അല്ലെങ്കിൽ തന്നെ തന്നെ കാണുന്നു. ഈ അടുക്കള വെയിലാട്ടെ മുഖത്തേക്ക് തന്നെ ഈ വെയില് എന്താണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് നമ്മളെ ഈ തിരക്കുള്ള നേരല്ലേ, രാവിലത്തെ അടുക്കള പണിയുടെ സമയം മൊത്തം ഈ വെയിൽ കൊള്ളണം. പിന്നെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ വെയിലും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വേറെ പണിക്കാനും ഇല്ല. രാവിലെ അങ്ങനെ വെയിൽ. അപ്പൊ വേഗം അടുക്കള അങ്ങോട്ടാക്കി വെച്ചു. ഇനി നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് തറവാട്ടിക്ക് നോക്കിയിട്ട് ഇനി ചോറും കറി ഉണ്ടാക്കാം. അല്ലെ പായാരും പറയല്ലേ, ബുദ്ധിമുട്ട് പറയല്ലോ കേട്ടോ. അതാരും പറയരുത്. അടുക്കള അത് മതി. എന്നാലും ഒരടുക്കള എല്ലാവർക്കും വേണ്ടേ. ഒരടുക്കള ഉണ്ടായി അവിടെ ഇങ്ങനെ പണിയെടുക്കണ ആ സുഖമല്ല. പിന്നെ ഇങ്ങനെ ഞങ്ങള് പിന്നെ ശരിക്കും ഞങ്ങള് ഇങ്ങനത്തെ ഒരു മറച്ചു കെട്ടിയിലാണ് ഇരുന്നത്. അത് ഓർമ്മയ്ക്കും വേണ്ടിട്ടത്. അത് മറന്നു പോരുതല്ലോ അല്ലേ. അത് അവിടെ പഴയത് മറക്കാതെക്കാനാണ് ഈ ഷീറ്റ്. പഴയ ഓർക്കുമ്പോ ഒരു സുഖാണ്. പഴയതെന്നല്ലേ നമ്മൾ ഈ നിലയിൽ എത്തിയത്. കർമ്മൂസന്റെ അച്ചാറ് എനിക്ക് അച്ചാറുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടുണ്ടാക്കും. ഓല് അച്ചാറുണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ സദ്യച്ച് ഇവിടുന്ന് കൊണ്ടുപോകും അച്ചാറുണ്ടാക്കാൻ അങ്ങോട്ടേ. എന്നിട്ട് അവിടെ അറിയും. എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരും. സന്ധ്യക്ക് ശരിക്കും അച്ചാറും കമ്പനി തുടങ്ങിയാൽ മതി. ഉണ്ടാക്കിയാൽ മതി. നല്ല ബിസിനസ് ആണ് അതൊക്കെ. സാധനം കിട്ടണം. നല്ല നല്ല സാധനമല്ലേ ഇത്. പിന്നെ സൗകര്യമാണ്. ഇവിടെ എന്തായി നന്നാക്കി കൊണ്ടേ ഇരിക്ക ചക്കക്കുരു. അതെന്താന്നറിയോ, ഇതാണ് നോക്കിയേ ഇവരൊക്കെ സ്വഭാവം. ഇത് തുടങ്ങുമ്പോഴേക്കന്നെ കഴിഞ്ഞോ ആയോ ചോദിക്കും. ഇതിങ്ങനെ നുള്ളി പറിച്ച് ആക്കി എടുക്കണ്ടേ. ഇതൊക്കെ മുരിങ്ങൊക്കെ പറയുമ്പോ എന്താ മാറാലുണ്ട്, ഒരു പ്രാണി ഓടി കളിക്കുന്നുണ്ട്. കുമ്പളക്കൊറ്റ അല്ല പിന്നെ മുരിങ്ങാക്കൊറ്റന്. എന്താ അതിന് പാഞ്ഞു പിന്നെ അടുത്ത് കൂടെ അതിനെ നോക്കണം. നല്ല റിസ്ക്കാണ്. ഇവിടെ കർമ്മൂസ അച്ചാറുണ്ടായത് കുറച്ച് പണി ഉണ്ടായിരിക്കാനേ. നിങ്ങളെ വിചാരിക്കണ മാതിരി ആണുങ്ങൾക്ക് ഒരു വിചാരം ഉണ്ട് ഇതൊക്കെ പെട്ടെന്നതാവും. ചക്കക്കുരു തൊലി നമ്മളെ ചന്ദ്രേട്ടന്റെ കത്തി കേട്ടോ. നല്ല ഞാനൊന്ന് അണച്ചു നോക്കിയാ നല്ല മൂർച്ചുണ്ട്. ആ നമ്മളെ വലിയ മോളെ വീട്ടിലത്തെ കത്തിയാണ്. മരുമോ ഉണ്ടാക്കി തന്ന കത്തിയ. പെണ്ണിന് കല്യാണത്തിന് വരുന്ന മാറിക്ക. അതെന്തായാലും ഇപ്പൊ നടക്കൂലോ. കല്യാണം ഇപ്പൊ 10-22 വയസ്സാട്ടെ. ചക്കക്കുരു മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നേരത്തെ തൊലി ഇങ്ങനെ പുഴിഞ്ഞാണ്ട് ഉടച്ചാ മതി. കുക്കറിൽ ആദ്യം ഒന്ന് വേവിക്കാം. അല്ലെങ്കിൽ അടുപ്പത്ത് കിടന്ന് കുറേ നേരം ആവണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വിസിലടുപ്പിച്ച് പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് നമുക്ക് മൺകലത്തിക്കൊക്കെ മാറ്റിയിട്ട് വേറെന്താ കണ്ടല്ലോ എന്താണ് വേറെ നമുക്കൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലത്തെ ഇപ്പം കാണിച്ചു തരാം. ആദ്യം ഈ സാധനത്തിന് നമുക്ക് ഇവിടെ വിസിലടിക്കാൻ വെക്കാം.
സന്ധ്യേച്ചി കുളിച്ചതിന്റെ ശേഷമുള്ളല്ലോ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വരുന്നത്. ഇത് കുളിച്ചില്ല, തലവേദന. തലവേദനിക്കാണ്. തലവേദന ഇവിടെ നിന്നാ തന്നെ തലവേദന കൂടും. അല്ലെങ്കിലും തലവേദന ഉണ്ട്. നമ്മളെ ചിക്കു മരത്തുമ്മലേ ഉണ്ടായ കോവയ്ക്കാണ് കേട്ടോ. ചിക്കു മരത്തുമ്മ ഉണ്ടായതല്ല, ചിക്കു മരത്തൂടെ വള്ളി, കോവയ്ക്ക വള്ളി. നല്ല കോവയ്ക്ക, നാടൻ നല്ലതാണല്ലേ. ഇതൊക്കെ ഒരു കേടുമില്ലത്. ഇതൊക്കെ നമുക്ക് നാടൻ കോവയ്ക്ക, നാടൻ മുരിങ്ങ, നാടൻ കറുമൂസ, നാടൻ ചക്കക്കുരു, നാടൻ ഫാമിലി, നാടൻ മതി ആൾക്കാര്. അതേപോലെ തന്നെ ആവും എങ്ങനെ പോയാലും. കറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം ഇവിടെ ഉള്ള തന്നെ ആയി വരും. ഇന്ന് അങ്ങനെ തന്നെ കോവയ്ക്ക. പക്ഷെ ഇന്നത് ഉണ്ടാക്കണില്ല കേട്ടോ. നമുക്ക് അടിപൊളി മരം ഇതായി വരുന്നുണ്ട്. നമുക്ക് ഇനി കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാം. എന്നും അത് വെക്കാണ് കണ്ണു പോവല്ലേ. അത് വലിയതാവുണ്ടോ? അവിടെ ഉണ്ട്, അത് അവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട്. ഉണ്ടാക്കണ കാണിക്കില്ലേ? ഇതോ ഉണ്ട്. അത് അച്ചാറുണ്ടാക്കാൻ ആയിട്ടില്ലേ? കുറച്ച് നേരം കൂടി ഉണ്ട്. ചക്കക്കുരു ആവട്ടെ. ഇനി ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ. അതൊന്നും ഉണ്ടാക്കില്ല. അത് സന്ധ്യക്ക് കുറച്ച് പാർസലായിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. നമുക്കുള്ള ഇനി അതുമ്പോ ഉണ്ടാവണുണ്ട്. ഇനി ഉണ്ടേ പറിക്കാൻ. 2 ദിവസം കഴിഞ്ഞാൽ ഇനി പറിക്കാണ്ട്. നമ്മൾ ചക്കക്കുരു കണ്ടില്ലേ നല്ലോണം വെന്ത് കിടക്കുകയാണ് കേട്ടോ. തൊടുമ്പോൾ തന്നെ ആകെ വെന്ത് ഇതായില്ലേ. ഇനി ഒന്ന് നമുക്ക് ആവശ്യമുള്ള കറി ഇതിൽ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള വെള്ളം എത്ര വെച്ചാൽ ആക്കി കൊടുക്കാം. നമ്മൾ മീൻ കറി ഉണ്ട്, അതുകൊണ്ട് കുറേ കറിയൊന്നും വേണ്ട. എന്നാലും അത്യാവശ്യം ചക്കക്കുരു മുരിങ്ങല്ലേ. കുറച്ചാൾക്ക് ഉപ്പേരി മതി, കുറച്ചാൾക്ക് കറി വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറിയാക്കണം. ഉപ്പേരി അല്ല, കറി അല്ലാത്ത പോലെയാണ് ഇതാക്കുന്നത്. ഈ സാധനം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കടന്ന് വേവട്ടെ. പിന്നെ ഇത് വെന്തിട്ട് ബാക്കിയാക്കി കൊടുക്കാം. ചക്കക്കുരു ഒന്ന് തിളച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കറി ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മളെ മുരിങ്ങയിൽ എന്തെങ്കിലും പ്രാണിയോ അങ്ങനെ നമ്മൾ കാണാതെ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിഷം നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇലക്കറി വെക്കുമ്പോൾ എപ്പോഴായാലും അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുരിങ്ങയില ഇതെല്ലാം കൂടി ചിലപ്പോൾ ആവശ്യം വരില്ല, കുറച്ച് അധികം ഉണ്ട്. കട്ടായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇളക്കി വെക്കട്ടെ. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഇല ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി ഇതിൽ മുരിങ്ങ. നമുക്ക് പിന്നെ ഉണ്ടാക്കാനുള്ള മുരിങ്ങയാണ് കേട്ടോ അത്. ഇപ്പോൾ ഇത് ഒന്ന് കുറച്ച് നേരത്തെ വേവുള്ളൂ കേട്ടോ മുരിങ്ങയ്ക്ക്. പിന്നെ എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് അവിടെ കിടന്ന് ആവട്ടെ. ആ നേരം നമ്മളിത് എണ്ണ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. പിന്നെ താളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, ചെറിയ ഉള്ളി അതേപോലെ വെളുത്തുള്ളി. ഈ സാധനം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എണ്ണയിൽ ഒന്ന് കിടന്നിട്ടൊന്ന് കളർ മാറിയിരിക്കണം, നല്ലോണം മൂപ്പിച്ച്. അപ്പോൾ 2 പണിയും കൂടി ഒറ്റയടിക്കാൻ നടക്കും. 2 അടുപ്പുള്ളതുകൊണ്ട് ഇതൊന്ന് മുരിങ്ങന്നതിൽ കിടന്ന് തിളച്ച് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് തിളച്ചാൽ അത്ര മതി. കൂടുതലായി അത് കഴിച്ചു പോകട്ടോ മുരിങ്ങ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇത് ഓഫാക്കാൻ പോവുകയാണേ. ഇനി നമ്മളെ ഇതിനോട് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങ ബാക്കിയായിട്ടോ. ഇത് നമുക്ക് നാളെ ഇനി വേറെ എന്തെങ്കിലും കൂടെ വയ്ക്കാം, പരിപ്പിൻ്റെ ഒപ്പോ എന്തെങ്കിലും വയ്ക്കാം. ഇനി ഉള്ളിയിൽ മൂപ്പിച്ചെടുക്കട്ടെ. മൂത്ത ഉള്ളിക്ക് ചീനമുളകാണ് കേട്ടോ. അത് നല്ല വലിപ്പമുള്ളൊരു ചീനമുളകായിരുന്നു. അത് ഞാനിങ്ങനെ കുഞ്ഞല്ലിലിട്ട് കുത്തിയിട്ട് അടച്ചതാണ്. എന്നിട്ട് അത് ഇതിട്ടെടുത്തിട്ട് മൂപ്പിക്കാം. മൂപ്പിക്ക് കേട്ടുണ്ട് കഴിച്ചു. ഈ ഭാഗത്തേക്ക് നമ്മൾ അടുപ്പ് മാറ്റിയപ്പോ ഒരു കുറച്ച് സുഖമുണ്ട്, ഒരു കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ഭയങ്കര ചൂടായിരുന്നു, ചെറിയൊരു സുഖമുണ്ട്. എന്താന്നറിയോ, ഇപ്പൊ കുത്തി വെള്ളം കഴിച്ച് നാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നോട്ടോ. അതുകൊണ്ട് ദാഹം ക്ഷീണം കുറച്ച് മാറി. അപ്പൊ ഇത്രയുണ്ട് ചൂട് സഹിക്കാൻ പറ്റില്ല. കറിക്ക് ചക്കക്കുരു മുരിങ്ങ കറിക്ക് ഇട്ടെടുക്കണേ. ഇപ്പം എങ്ങനെയുണ്ട് കറി? ഈ കറി ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും കേട്ടോ.
പക്ഷെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നല്ല രസമാണ് കേട്ടോ അത്. ഇപ്പം ചക്കക്കുരു ഒന്നും ചിലപ്പോൾ കിട്ടണ്ടാവില്ല, ചക്കക്കാലം കഴിഞ്ഞില്ലേ, സൂക്ഷിച്ച് വെച്ചവരൊക്കെ ഉണ്ടാവും. അപ്പം ഉണ്ടാക്കലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് അറിയാം അതിനെക്കുറിച്ച്. നമ്മുടെ കറി ഉണ്ടല്ലേ. അപ്പം ഇതാണ് നമ്മളെ ഉച്ചക്കത്തെ കറി. ഇനി സന്ധ്യേച്ചീൻ്റെ വക സ്പെഷ്യൽ ഉണ്ടാക്കാതെ അവിടെ റെഡി ആയിട്ട് അവിടെ അച്ചാർ അത് റെഡിയായി. ഓക്കെ, കുളിച്ച് സുന്ദരിയായി വന്നിക്കണേ. എന്റെ കച്ചവടം ഓരോ നിർത്തിട്ട് കണക്ക് നിങ്ങളത് അല്ലാതെ കണ്ടറിഞ്ഞ് കച്ചവടം ഉണ്ടല്ലോ. ഞാനേ കൊണ്ടുപോയപ്പോ അച്ചാറുണ്ടാക്ക്. അച്ചാർ അപ്പൊ ഞാൻ പോട്ടെ. പാടല്ല അച്ചാറിന്റെ പണി ആരംഭിക്കുകയായി അല്ലേ. എണ്ണ ഒഴിച്ചു കൊടുത്തു. സുർക്കതുള്ളൂ. എന്താ സന്ധ്യച്ചിന്റെ മുഖത്തിന്റെ എക്സ്പ്രഷനാണ് മാറി. സുർക്കതുള്ളൂ പറഞ്ഞപ്പോ നമ്മൾ അച്ചാറുണ്ടാക്കട്ടോ. കർമൂസേന്റെ അച്ചാറാണ്. അരിഞ്ഞു വെച്ചത്. അല്ല എന്തിനാ അവിടെ കയറ്റി വെച്ച ഇത് നിങ്ങളുടെ അരളിക്കാടി? അപ്പൊ കർമൂസ ഞാൻ കൊത്തി കൊത്തി അരിഞ്ഞതാണ്. ഒന്നും കൂടി ചെറുതാവണം. അതിനൊന്നും കടുകിട്ടോ. പറഞ്ഞ പോലെ ഇത്ര കറുത്തേക്ക് ഈ കുഞ്ഞി സുർക്കുള്ളൂ. അമ്മ വാഴയിലൊക്കെ ഉള്ളിയും മുളകൊക്കെ എടുത്ത് വെച്ചതാണ്. നല്ല വാഴയിലല്ലേ. കടുക് പൊട്ടിയിട്ടപ്പോഴേക്ക് വെളുത്തുള്ളി ചീരമുളക് അങ്ങനെ ചീരമുളകും വെളുത്തുള്ളി അങ്ങനെ മതി. സുർക്കയിൽ കടന്നാവാണ്. മുളക് പൊട്ടിട്ടോ. ചീരാത്ത മുളകാണ്. വെളുത്തുള്ളിയൊക്കെ പൊട്ടിയുണ്ട്. അപ്പം ഞങ്ങൾക്ക് കർമ്മൂസ ഇടും. ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം? ഇത് ഉപയോഗിച്ച് വെച്ചാൽ 2 ദിവസം അങ്ങനെ അടച്ച് വെക്കണം. പക്ഷെ ഞാനൊക്കെ അന്ന് തന്നെ എടുത്തു. പാകം വരുമ്പോഴേക്ക് കഴിയൂലേ. ഈ അച്ചാർക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടോ. അപ്പോൾ പിടിക്ക് കടയ്ക്ക് ഇപ്പോൾ പോയപ്പോൾ നല്ലെണ്ണേൻ്റെ ഓർമ്മ ഉണ്ടായതില്ല. അപ്പോൾ സൺഫ്ലവറാണ് ഇതിൽ ഒഴിച്ചത്. ഇത് പിന്നെ എന്താ പറയുക, കുറേ ദിവസം വെക്കാനല്ലല്ലോ. നമ്മൾ 2 ദിവസം ഒരുപാട് എടുത്താൽ കഴിയും ചെയ്യും വേഗം. കൊറേ ദിവസത്തേക്ക് എടുത്തു വെക്കുന്ന അച്ചാറൊക്കെ നല്ലെണ്ണയിലാണ്. നല്ലെണ്ണയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ തന്നെയാണ്. 2 ദിവസം ഇത് ഞങ്ങൾ പകുതി പകുതി വെച്ചാലോ നല്ലോണം കർമൂസ ചിലർക്ക് നല്ലോണം അങ്ങോട്ട് വാടണം. ഇത് ഞാൻ അധികം വാട്ടല്. കർമൂസ വല്ലാതെ അത് വാട്ടില്ല. അങ്ങനെയാണ് കടിക്കണം. അപ്പൊ തേച്ചിന് അത് വാട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ല് വരുന്നു കേട്ടോ. നല്ല കാന്താരി മുളകിൻ്റെ വെളുത്തുള്ളി വാടിയ നല്ല സ്മെല്ല് വരുന്നു കേട്ടോ. ഇനി ഞാൻ അതിക്ക് അച്ചാർ പൊടി ഇറങ്ങും കേട്ടോ. മുളകും പൊടി വേണം കുറച്ച്. ഇതിക്ക് അച്ചാർ പൊടി മാത്രമേ ഇത് ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ 2 സ്പൂണ് മുളകും പൊടിയും കൂടി ഇട്ടെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഈ മുളകും പൊടി അച്ചാർ പൊടി നല്ലോണം അങ്ങോട്ട് മൂക്കണം. അപ്പം ഒരു പകുതി വാടലായി വന്നിട്ട് നല്ലോണം വാട്ടി അതൊരു രസം തോന്നില്ല. അപ്പം നമ്മൾ കണ്ടില്ലേ നല്ല അച്ചാർ പൊടിൻ്റെയും കാന്താരി മുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് ഇപ്പോൾ കണ്ടിട്ട് ഒരു പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനേക്ക് വിനാഗിരി ഒഴിക്കുന്നു. ഇത് എനിക്ക് പാകാട്ടോ. അലിഞ്ഞോട്ടല്ലേ. അച്ചാറായിട്ടില്ല. അച്ചാറിട്ടത് മതിയോ? ഇനി വേണമെങ്കിൽ ഇടാം. ഇതിൽ കടന്ന് അങ്ങനെ എപ്പോഴും അച്ചാർ കളറില്ല. അച്ചാറേ അച്ചാർ ഇട്ടപ്പോൾ തോന്നിയിട്ടുണ്ടേന് അച്ചാർ പൊടി കുറച്ചും കൂടി ഇടട്ടെ. അച്ചാർ പൊടി ഇല്ലാതെ ഒരു കളറ് ഇത് ഞാൻ കുറുകി വരും. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഷിജിയേ വാ ഷിജിയെ ഇത് നോക്കാൻ ഇപ്പം മുളകുണ്ടോ നോക്കാതെ അങ്ങനെ പറയും. കരിവേപ്പിൻ്റെ വേണ്ടത് മതി. ഞാൻ കരിവേപ്പിൻ്റെ ഇടലില്ല. അപ്പം നമ്മളും ഇത് അങ്ങനെ കുറേ അരിഞ്ഞത് കുറച്ച് വലിയ കഷ്ണം കൊത്തി അരിയുന്നു. ഇതിനൊന്നുമില്ല. നല്ല കർമ്മൂസ കേട്ടോ. അപ്പം അച്ചാർ അങ്ങനെ ഇടലില്ല. ഈ കമ്പനിക്ക് പണിക്ക് പോകുമ്പോൾ നേരം ഉണ്ടാവില്ല.
അപ്പച്ചിയുടെ കർമ്മൂസ അച്ചാർ. നമ്മളെ വത്സരച്ചിന്റെ കർമൂസയാണ് കേട്ടോ. കർമൂസയും ചീരമുളകൊക്കെ ഒരു പച്ചതാണ്. അത് അച്ചാറും പൊടി ഉപ്പും എണ്ണയൊക്കെ ഉള്ളിട്ട് നന്നായിട്ട്. അപ്പൊ അതേ ഇപ്പൊ അച്ചാർ നമ്മളതാണ്. ഷിജി ഇതെങ്ങനെ ഉണ്ട് നോക്കിയാ ഇതേ നോക്കിയിട്ടില്ല എന്തൊക്കെ എങ്ങനെ ഉണ്ട് നോക്കിയാ എന്തൊക്കെയാ ഇതിൽ വേണ്ടത് ചേർത്തേണ്ടത്. ഉപ്പ് വേണ്ടി വരും. ഇത് പിടിക്കണം എനിക്ക് ഉണ്ട് അതെ ഉപ്പ് പിടിക്കണ്ടേ? നല്ലെണ്ണ മേലെ വെച്ചിട്ട് നമ്മള് 4 ദിവസം അങ്ങനെ അടച്ചു വെക്കണം. പക്ഷെ നമ്മളിത് എടുത്ത് വെക്കൂലല്ലോ, നമ്മളിപ്പോ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ. അപ്പൊ ഇതൊരു പകുതിക്കും പകുതി വെക്കും. അപ്പൊ 4 ദിവസത്തല്ലേ നല്ല സ്മെല്ല് വരുന്നില്ലേ? സൂപ്പറായ ഷിജി. അപ്പൊ എന്നാ ഞാൻ നാളെ കാണാം. ബൈ ബൈ.